അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ പരിസരം മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നു. പഞ്ചായത്ത് വക വ്യാപാര സമുച്ചയത്തിൽ നിന്നുള്ള മലിനജലമാണ് പൈപ്പ് വഴിയും ചോർച്ച വഴിയും എത്തുന്നതും പരന്നൊഴുകുന്നതും. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുമൊക്കെ മൂക്കുപൊത്തി കഴിയേണ്ട അവസ്ഥയാണുള്ളത്. കെട്ടിക്കിടക്കുന്ന മലിനജലം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. രോഗികളും വൃദ്ധരുമായ നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ദിവസങ്ങളായി ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത്. ഇതിനു പുറമെ മലിനജലം കെട്ടിക്കിടക്കുന്ന കെട്ടിടത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ, ആരാധനാലയം, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ദുർഗന്ധം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മലിനജലം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ രോഗപ്രതിരോധങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സർക്കാരും ആരോഗ്യവകുപ്പൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഈ ടൈമിൽ എടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സേഫ്റ്റി ടാങ്ക്, അതായത് ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾ വരുന്നത്, വിദ്യാർത്ഥികൾ പോകുന്നതൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് ഇതുപോലെ മാലിന്യം പൊട്ടി ഒഴുകിയിട്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഭരണസമിതിയാണെന്നുണ്ടെങ്കിൽ ഈ ആളുകളെ തന്നെ പല ആളുകളും വീണ്ടും വീണ്ടും കയറ്റി കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു അഹങ്കാരമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരു സംഭവമാണിത്. ടാങ്ക് നിറഞ്ഞു വലിക്കുന്നുണ്ട്, പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിൽ തന്നെ അശാസ്ത്രീയമായിട്ട് ഒരുപാട് തെറ്റുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശുചിത്വത്തിന് പ്രാധാന്യം നൽകുമെന്ന് പറയുന്ന എടക്കര പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച സജി കരപ്പറമ്പൻ, ടീം മനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇടതംഗങ്ങൾ ആരോപിച്ചു. ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ എടക്കരയുടെ ഹൃദയഭാഗത്തുള്ള ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലാണ്. ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന ഒരു ഭാഗത്താണ് ഈ മാലിന്യം അരിഞ്ഞു കൂടിയിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, തൊട്ടടുത്ത് എടക്കര ഗവൺമെൻറ് ഹൈസ്കൂള്, അതിൻ്റെ തൊട്ടടുത്തുള്ള ആരാധനാലയങ്ങൾ, പിന്നെ ബസ് കാത്തു നിൽക്കുന്ന വൃദ്ധരും രോഗികളുമായിട്ടുള്ള കുറേ ആളുകൾ, അതിൻ്റെ അപ്പുറം ഇവിടെ ഒരു ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ ചായ കുടിക്കാൻ വരുന്ന ആളുകൾ ഒക്കെ ഈ മാലിന്യത്തിൻ്റെ ചവിട്ടിയിട്ടാണ് ഈ ആളുകൾ ഇതിനകത്തേക്ക് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ 2 ആഴ്ച മുന്നേ ആണ് ഇത് 12,500 രൂപ കൊടുത്ത് ഇവിടെ നന്നാക്കിയിട്ടുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളൊരു ബിൽഡിങ്ങാണിത് അവർ നന്നാക്കിയിട്ടുള്ളത്. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാകാതെ അതേപോലെ തന്നെ മാലിന്യം പൊട്ടിയൊഴുകയാണ്. ഇത് അധികൃതരെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ആളുകളെ, സെക്രട്ടറി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുള്ള UDFൻ്റെ ഭരണസമിതി ചെയ്യുന്ന കാര്യങ്ങൾ. പൊട്ടിക്കോസ്റ്റ് പല കാര്യങ്ങളും നടപ്പിലാക്കുന്നതാണ്. ഇപ്പോൾ ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം, ഒരുപാട് പദ്ധതികൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കണ്ണിൽപ്പെടാതെ ജനങ്ങളെ വഞ്ചിച്ച് നടക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾ LDFൻ്റെ മെമ്പർമാർ പ്രതിഷേധം സൂചിപ്പിക്കുകയാണ്. ഇത് ജനങ്ങളറിയട്ടെ, ജനങ്ങളറിയേണ്ട കാര്യങ്ങളാണിത്. ജനങ്ങളെ സേവിക്കാനാണ് ഒരു പുതിയ ഭരണസമിതി അവിടെ അധികാരത്തിൽ, UDFൻ്റെ ഭരണസമിതി അധികാരത്തിൽ കയറിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളെ മൈൻഡേ ചെയ്യുന്നില്ല. ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തീരുമാനം ആദ്യഘട്ടത്തിലെടുത്തിരുന്നു. ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് അന്നത്തെ ആദ്യ ബോർഡിലെടുത്ത തീരുമാനം. എന്നാൽ അതേ സ്ഥലത്താണ് കക്കൂസ് മാലിന്യങ്ങളടക്കമുള്ള വേസ്റ്റ്, സ്കൂൾ കുട്ടികളും ആരാധനാലയത്തിലേക്ക് പോകുന്നവരും അടങ്ങുന്നവർ സ്ഥിരമായി നടക്കുന്ന വഴിയിൽ ഈ രീതിയിൽ പൊട്ടിയൊലിച്ചു വരുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ മെമ്പർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.